ഹായ്, വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC ഫിസിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിനകത്തെ കെമിസ്ട്രി ടോപ്പിക്കിനകത്തെ ഒരു 10 ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ MABCDEF എന്ന ഉപസംയോജക സംയുക്തത്തിൽ സാധ്യമായിട്ടുള്ള ത്രിമാന സമാവയവതകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഇവിടെ MABCDEF എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ത്രിമാന സമാവയവതകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് അല്ലെ? സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാലോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും അതുപോലെ തന്നെ ജോമെട്രിക്കൽ ഐസോമേഴ്സും കൂടി ചേർന്നതായിരുന്നല്ലോ അല്ലെ? ജോമെട്രിക്കൽ, സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഒക്ടാഡൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ കണ്ടെയ്നിങ് പ്ലെയിനകത്തെ ഒരു സ്ക്വയറിന്റെ 4 കോർണറിലായിട്ട് 4 ലിഗാൻഡുകൾ ഇല്ലേ? പിന്നെയോ ആ പ്ലെയിന് എബോ ആയിട്ട് 5ാമത്തെ ലിഗാൻഡ്, ബിലോ ആയിട്ട് 6ാമത്തെ ലിഗാൻഡ്. ഇതല്ലേ ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറഞ്ഞാൽ? ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇവിടെ നോക്കിയേ, എല്ലാ ലിഗാൻഡും എന്താണ്? ഡിഫറെന്റ് ആണ്. 6 ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ 6ഉം എന്താണ്? വ്യത്യസ്തമാണ്. അതാണ് MABCDEF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നോക്കിയേ, മുകളിലത്തെ ലിഗാൻഡും താഴെയുള്ള ലിഗാൻഡും എന്താണ്? ഓപ്പോസിറ്റ് സൈഡുകളിലാണ് അല്ലേ? ബാക്കി എല്ലാം എന്താണ്? അഡ്ജസന്റ് പൊസിഷൻസ് ആണ്. അപ്പൊ ഇതും എടുക്കുകയാണെങ്കിലും ഇതും എടുക്കുകയാണെങ്കിൽ എന്താണ്? അഡ്ജസന്റ് പൊസിഷൻസ് ആണ്. ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ മുകളിലും താഴെയുമാണ്. അപ്പൊ നോക്കിയേ, നമ്മൾ ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ, എ എന്ന ലിഗാൻഡ് മുകളിൽ, ബി എന്ന ലിഗാൻഡ് താഴെ അല്ലേ? ഇനി CDEF എവിടെയാ? മെറ്റൽ ആറ്റം കണ്ടെയ്നിങ് പ്ലെയിനിലാണ്. അപ്പൊ ഇതൊരു പോസിബിലിറ്റി ആണ്. ഇനി നമുക്ക് അടുത്ത പോസിബിലിറ്റി എങ്ങനെ കൊണ്ടുവരാം? എക്ക് ഓപ്പോസിറ്റ് ഇപ്പോൾ ബി വന്നു, അതുപോലെ എക്ക് ഓപ്പോസിറ്റ് ബി വന്നു, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എക്ക് ഓപ്പോസിറ്റ് സി എ കൊണ്ടുവരാം, എക്ക് ഓപ്പോസിറ്റ് ഡി എ കൊണ്ടുവരാം, എക്ക് ഓപ്പോസിറ്റ് ഇ കൊണ്ടുവരാം, എക്ക് ഓപ്പോസിറ്റ് എഫ് കൊണ്ടുവരാം അല്ലേ? ഇനി നേരെ തിരിച്ച് ബിക്ക് ഓപ്പോസിറ്റ് എ എന്ന് പറയുമ്പോൾ എക്ക് ഓപ്പോസിറ്റ് ബി തന്നെയല്ലേ? ബിക്ക് ഓപ്പോസിറ്റ് സി എ കൊണ്ടുവരാം, ബിക്ക് ഓപ്പോസിറ്റ് ഡി എ കൊണ്ടുവരാം, ബിക്ക് ഓപ്പോസിറ്റ് ഇ, ബിക്ക് ഓപ്പോസിറ്റ് എഫ്. ഇങ്ങനെ ഒരുപാട് പോസിബിൾ അറേഞ്ച്മെന്റിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റും അല്ലേ? ആക്ച്വലി നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോമ്പിനേഷൻ ആണ് അല്ലേ? 6 ആളുകളുണ്ട്, 6 ലിഗാൻഡ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാണ്? 2 പേരെ സെലക്ട് ചെയ്യാണ്. 6C2, a set contain 6 elements. അതിനകത്ത് നിന്ന് 2 പേരെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദാറ്റ് ഈസ് NCR. സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ട്, അതിനകത്ത് 6 എണ്ണം ചൂസ് ചെയ്യുന്നു അല്ലേ? സെലക്ട് ചെയ്യുന്നു. നോക്ക്, NCR is equal to n factorial divided by r factorial into n minus r factorial. ഇപ്പൊ ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? 6 factorial divided by 2 factorial into 6 minus 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 4 factorial. ഒന്ന് സോൾവ് ചെയ്താൽ നോക്കിയേ, 6 into 5 into 4 factorial divided by പിന്നെ എന്താ ഉണ്ടാവുക? 2 into 1 into 2 factorial ആയി അല്ലേ? 4 factorial. 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും കട്ട് ചെയ്തു. 6 × 5 30, 30/2 15. ഓപ്ഷനകത്ത് 15 ഉണ്ട്.
പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ 15 അല്ല അല്ലെ. 15 അറേഞ്ച്മെന്റുകൾ പോസിബിൾ ആണ്. ഇവരൊക്കെ എന്താണ്, സിമെട്രി ഇല്ലാത്ത ആളുകളാണ് അല്ലെ. സിമെട്രി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസുകൾ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 15 പേര് മിറർ ഇമേജുകൾ ഉണ്ടാക്കിയാൽ ടോട്ടൽ എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ്? 15ന്റെ ഇരട്ടി, ദാറ്റ് ഈസ് 30. ആൻസർ ഏതാ വരിക? 30 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കിയേ, pH യഥാക്രമം 2.5, 1.5 ഉള്ള തുല്യ വ്യാപ്തത്തോടു കൂടിയ 2 ലായനികൾ കൂട്ടിക്കലർത്തിയാൽ ലഭിക്കുന്ന ലായനിയുടെ pH എത്ര? അപ്പൊ 2 ലായനികള്, ഒന്നാമത്തതിന്റെ pH 2.5 ആണ്, രണ്ടാമത്തതിൻ്റെത് 1.5 ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിംഗ് സൊല്യൂഷന്റെ pH എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. ഒന്നാമത്തെ സൊല്യൂഷന്റെ pH എന്ന് പറയുമ്പോൾ pH ഈസ് ഈക്വൽ ടു 2.5 ആണ്. രണ്ടാമത്തെ സൊല്യൂഷന്റെ pH 1.5 ആണ് അല്ലെ. ഒന്നാമത്തെ സൊല്യൂഷനകത്തുള്ള മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുമ്പോൾ 10⁻⁻2.5 ആയിരിക്കും. രണ്ടാമത്തെ സൊല്യൂഷനകത്തെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുമ്പോൾ 10⁻1.5 ആയിരിക്കും. റിസൾട്ടിംഗ് സൊല്യൂഷനകത്തെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻ സൊല്യൂഷൻ, റിസൾട്ടിംഗ് സൊല്യൂഷൻ രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയാൽ എത്രയായിരിക്കും? 10⁻2.5 പ്ലസ് 10⁻1.5 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇനി അതിന്റെ pH കണ്ടുപിടിക്കണമെങ്കിൽ pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എന്താണ്, 10⁻2.5 പ്ലസ് 10⁻1.5 ഡിവൈഡ് ബൈ 2. ആൻസർ ആയി. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിൽ 1.76, 2, 2.5, 1.5. അപ്പൊ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ദാറ്റ് ഈസ് 2 സൊല്യൂഷൻസ്, അതിന്റെ pHകൾ തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ് ആണെങ്കിൽ, അതുമല്ല തുല്യ വ്യാപ്തങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലായനിയുടെ pH കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. pH ഈസ് ഈക്വൽ ടു pH ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ പ്ലസ് pH ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ 2 മൈനസ് 0.24. അപ്പൊ ഇവിടെ നോക്കി, ഫസ്റ്റ് സൊല്യൂഷന്റെ pH എത്രയാ? 2.5 ആണ്. സെക്കൻഡ് സൊല്യൂഷന്റെ എത്രയാണ്? 1.5 ആണ്. ഡിവൈഡ് ബൈ 2 മൈനസ് 0.24. അപ്പൊ എത്രയായിരിക്കും? 2.5ഉം 1.5ഉം ആഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 4 ആണ്. 4/2 2 ആണ്. 2ന്ന് 0.24 കുറച്ചാൽ എത്രയാ? 1.76. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്? 2 സൊല്യൂഷൻ തുല്യവ്യാപ്തമായിരിക്കണം, അതുപോലെ തന്നെ pHകൾ തമ്മിലുള്ള ഡിഫറൻസ് 1 യൂണിറ്റേ പാടുള്ളൂ. 5ഉം 6ഉം തരികയാണെങ്കിൽ ഓക്കെ. ഇനി 5ഉം 8ഉം തരികയാണെങ്കിലോ, അല്ലെങ്കിൽ 5ഉം 7ഉം തരികയാണെങ്കിലോ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു മാർഗത്തിലൂടെ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, ഒരു ഒന്നാം ഓർഡർ രാസപ്രവർത്തനത്തിൽ T50% 3 മിനിറ്റ് ആയാൽ T75% എത്ര? അതായത് അർദ്ധായുസ് 3 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നു. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 70% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അല്ലെ. T75% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 2 times T50% that is equal to T75%. 3 times T50% is equal to T87.5%. 10 times
50%, that is T half, അല്ലേ? 10 times T half അർദ്ധ that is equal to T 99.9%. അതായത് 99.9% കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? 10 times അർദ്ധായുസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് അർദ്ധായുസ് തന്നിരിക്കുന്നു 3 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 75% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ദാറ്റ് ഈസ് 3 into 2, അല്ലേ? 2 times T half എത്രയാണ്? 6 മിനിറ്റ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ നോക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, നാലാമത്തെ ചോദ്യം എന്താ? ഫോസ്ഫോറിക് ആസിഡിന്റെ സംയുഗ്മി ബേസ്. എന്താണ് ഈ സംയുഗ്മി ബേസ് എന്ന് പറഞ്ഞാൽ? കോൺജുഗേറ്റ് ബേസ് ആണ്, അല്ലെ? കോൺജുഗേറ്റ് ബേസ് ഒരു ആസിഡിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്ന ബേസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ HCl പ്ലസ് H2O എന്താ കിട്ടുക? ദാറ്റ് ഈസ് H3O പ്ലസ് Cl മൈനസ് ആണ്, അല്ലേ? ഇവിടെ HCl ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതേ സമയത്ത് H2O എന്താണ്? ബേസ് ആണ്. H+ ആയതിനെ കൊടുക്കാൻ ഏബിൾ ആയിട്ടുള്ള ആളുകള് ആസിഡ് ആണ്, ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം. അതേ സമയത്ത് H+ ആയതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആളുകൾ എന്താണ്? ബേസുകളാണ്. അപ്പൊ ഇവിടെ HCl H+ ആയതിനെ കൊടുക്കുന്നു, അപ്പൊ അത് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. H2O H+ ആയതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നേരെ തിരിച്ചുള്ള റിയാക്ഷൻ എടുത്താലോ? Cl മൈനസ് H+ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് HCl ആയിട്ട് മാറുക, അപ്പൊ Cl മൈനസ് ഇവിടെ ബേസ് ആണ്. H3O പ്ലസ് ഹൈഡ്രോണിയം അയോൺ എന്ത് ചെയ്യുന്നു? H+ അയോണുകളെ കൊടുക്കുന്നു, അപ്പൊ ഇയാൾ എന്താണ്? ആസിഡ് ആണ്, അല്ലെ? വെറും ആസിഡ് അല്ല, കോൺജുഗേറ്റ് ആസിഡ്. ഇയാൾ വെറും ബേസ് അല്ല, കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? they differ by an H+ അയോൺ. ഒരു H+ അയോണിന്റെ വ്യത്യാസമാണ്, അല്ലേ? അപ്പൊ നോക്ക്, H3O പ്ലസും അതുപോലെ തന്നെ H2Oയും തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമല്ലേ? Cl മൈനസും അതുപോലെ HClഉം തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമല്ലേ? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, they differ by an H+ അയോൺ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ ഫോസ്ഫോറിക് ആസിഡിന്റെ സംയുഗ്മി ബേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H3PO4 അല്ലേ? ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ നോക്കൂ, ഓപ്ഷൻ എ H3PO4 തന്നെയാണ്, അപ്പൊ ആൻസർ അല്ല. ഓപ്ഷൻ ബി HPO4 2- 2 H+ന്റെ വ്യത്യാസമുണ്ട്, അല്ലെ? അടുത്തതോ H2PO4-, ആൻസർ അല്ലേ? H+ ആയതിന്റെ വ്യത്യാസം മാത്രമാണ്, അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഓക്കെ, H3PO4 ഫസ്റ്റ് സ്റ്റെപ്പില് H++ എന്താണ്? H2PO4- ആയിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റെപ്പില് H2PO4- gives H++ HPO4 അടുത്ത സ്റ്റെപ്പോ HPO4 gives H++ PO4 ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കി, ആഡ് ചെയ്താൽ H3PO4 gives 3H+ PO4 ഈ H2PO4- H2PO4- കട്ട് ചെയ്തു. HPO4 HPO4 കട്ട് ചെയ്തു. That is H3PO4 gives 3H+ PO4 ഓക്കെ, ഇതൊക്കെ എന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അല്ലെ? ഇവിടെയൊക്കെ എന്താണ്? നമുക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. K1, K2, K3, അല്ലെ? ഇവിടെ K1 ഗ്രേറ്റർ ദാൻ K2 ഗ്രേറ്റർ ദാൻ K3. ഒരു പോളി ബേസിക് ആസിഡ് ആണ്, അല്ലെ? ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യാണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കുറഞ്ഞു വരികയാണ്, അല്ലെ? നോക്കി, ഇവിടെ അവസാനം എഴുതിയിരിക്കുന്ന റിയാക്ഷൻ H3PO4 gives 3H+ PO4 ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 3 റിയാക്ഷൻ കൂടെ ആഡ് ചെയ്താണ്, അല്ലെ? ഓവറോൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് K is equal to
ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? K1 ഇൻറ്റു K2 ഇൻറ്റു K3 ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം എന്താണ്? ആഗിരണം ചെയ്യുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടി വരുന്ന ക്രമത്തിൽ താഴെ തന്നിരിക്കുന്ന ഉപസംയോജക സംയുക്തങ്ങളെ ക്രമീകരിക്കുക. ആഗിരണം ചെയ്യുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടി വരുന്ന ക്രമത്തിൽ താഴെ തന്നിരിക്കുന്ന ഉപസംയോജക സംയുക്തങ്ങളെ ക്രമീകരിക്കുക. ഈ ഉപസംയോജക സംയുക്തങ്ങൾ എന്തിനാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്? റേഡിയേഷനെ ആഗിരണം ചെയ്യുന്നത് DD ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. DD ട്രാൻസിഷൻ ആണ് കളറിന് കാരണം, അല്ലെ? കോർഡിനേഷൻ കോംപ്ലക്സുകൾ കളർ കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? DD ട്രാൻസിഷൻ ആണ്, അല്ലെ? ഇവിടെ കൊടുത്തതെല്ലാം ഉപസംയോജക സംയുക്തങ്ങളാണ്. CONH3 6 times 3+, COCN 6 times 3-, CuH2O 4 times 2+. ഒരെണ്ണം ടെട്രാഹെഡ്രൽ ആണ്, ബാക്കി എല്ലാം എന്താണ്? ഒക്ടാഹെഡ്രൽ ജോമെട്രി ഉള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ CONH3 6 times 3+, ഇതിന്റെ പേരെന്താ? ഹെക്സാ അമീൻ കൊബാൾട്ട് തേർഡ് അയോൺ, അല്ലേ? ഹെക്സാ അമീൻ കൊബാൾട്ട്, കൊബാൾട്ടേറ്റ് എന്ന് വേണ്ടല്ലോ, കൊബാൾട്ട് എന്ന് മതി, അല്ലേ? ഹെക്സാ അമീൻ കൊബാൾട്ട് തേർഡ് അയോൺ. അപ്പൊ നോക്കി, ഇവിടെ കൊബാൾട്ട് 3+ സ്റ്റേറ്റിലാണ്, അല്ലെ? കൊബാൾട്ട് 3+ സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെയുള്ള ഡി ഓർബിറ്റൽ, കൊബാൾട്ട് അറ്റോമിക് നമ്പർ എത്രയാ? പികോ, ദാറ്റ് ഈസ് 27 ആണ്, അല്ലെ? 27. ആർഗൺ 3d7 4s2. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ നോക്കി എങ്ങനെയാണ്? ആർഗൺ 3d6 4s2 ആണ്, അല്ലെ? അപ്പൊ നോക്കി, സെൻട്രൽ മെറ്റൽ അയോൺ ആയിട്ടുള്ള കൊബാൾട്ട് 3+ന്റെ വാലൻസ് ഡി ഓർബിറ്റലിനകത്ത് 6 ഇലക്ട്രോണുകൾ ഉണ്ട്, അല്ലെ? 1 2 3 4 5 6. ഡീജനറേറ്റ് പെയർ ആണ്, ദാറ്റ് ഈസ് ഒരേ എനർജി ഉള്ളതാണ്. ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? റിപ്പൽഷൻ അനുഭവപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് എനർജി കൂടിയതാണ്, അല്ലെ? എനർജി കൂടിയതാണ്. എന്നാൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് സ്പെറിക്കലി സിമെട്രിക് മാനറിലല്ല. എങ്ങനെയാ? അലോങ് ദി ആക്സിസ് ആണ്. അപ്പൊ അലോങ് ദി ആക്സിസ് കിടക്കുന്ന ഓർബിറ്റലിന് മാത്രമേ എന്താണ്? എനർജി കൂടും. ഏതൊക്കെയാണ് ഈ അലോങ് ദി ആക്സിസ് കിടക്കുന്ന ഓർബിറ്റൽ? dx² - y² dz². അവരെയാണ് നമ്മൾ EG സെറ്റ്സ് എന്ന് വിളിച്ചത്, അല്ലെ? EG സെറ്റ്സ് ഡബ്ലി ഡീജനറേറ്റ് ആയിട്ട് മാറി. ബാക്കി 3 പേരോ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് കിടക്കുന്ന 3 പേര് dxy dxz dyz, അവരെ നമ്മൾ T2G സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. T2G സെറ്റ്സ്, അല്ലെ? ഈ എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ ഡെൽറ്റ ഒ എന്ന് വിളിക്കുക, ഡെൽറ്റ ഒ. അപ്പൊ T2G സെറ്റ്സ് ലോവർ എനർജി ഓർബിറ്റലാണ്. EG സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഹയർ എനർജി ഓർബിറ്റലാണ്. അപ്പൊ നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ ലോവർ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പൊ അവിടെ DD ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, അല്ലെ? ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ സ്റ്റേബിൾ അല്ല, എന്താണ്? അൺസ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നുണ്ട്. റേഡിയേഷൻ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അപ്പൊ ഈ DD ട്രാൻസിഷൻ ആണ് കളറിന് കാരണം. ഏത് റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്, അതിന്റെ എന്താണ്? കോംപ്ലിമെന്ററി കളർ ആയിരിക്കും കാണിക്കുക, അല്ലെ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കി, റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ റേഡിയേഷൻ ഒരു വേവ് ലെങ്ത് ഉണ്ടാവില്ലേ, അല്ലെ? വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കുറയുമ്പോൾ എനർജി എന്ത് ചെയ്യും? കുറയും. ഫ്രീക്വൻസിയും എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നോക്കി നിങ്ങൾ, ഈ എനർജി ഗ്യാപ്പ് കൂടുമ്പോൾ ഫ്രീക്വൻസി, അബ്സോർബ് ചെയ്യേണ്ട റേഡിയേഷന്റെ ഫ്രീക്വൻസി
കൂടുന്നു, വേവ് ലെങ്ത് കുറയുന്നു. അപ്പൊ ഡെൽറ്റ ഒ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, ഡെൽറ്റ ഒ എനർജി ഗ്യാപ്പ് കൂടിയാൽ അബ്സോർബ് ചെയ്യേണ്ട റേഡിയേഷന്റെ വേവ് ലെങ്ത് കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. നോക്കിയേ, നമുക്ക് എന്താ വേണ്ടത്? തരംഗദൈർഘ്യം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഏറ്റവും കുറവുള്ളത് വേണം. ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഒ എങ്ങനെയായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. എനർജി ഗ്യാപ്പ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലായിരിക്കണം. ഡെൽറ്റ ഒനെ എഫക്ട് ചെയ്യുന്ന, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിനെ എഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? നേച്ചർ ഓഫ് ദി ലിഗാൻഡ് അല്ലെ, പിന്നെയോ ഓക്സിഡേഷൻ നമ്പർ, പിന്നെ ഏതാണ്? ട്രാൻസിഷൻ സീരീസ് ഇൻ വിച്ച് മെറ്റൽ ആറ്റം ബിലോങ്സ് അല്ലെ, മെറ്റൽ ആറ്റം ഉൾക്കൊള്ളുന്ന ട്രാൻസിഷൻ സീരീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ജോമെട്രി പഠിച്ചില്ലായിരുന്നു? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ ആണ്. അപ്പൊ കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എവിടെയാണ് ഉണ്ടാവുക? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലാണ്, ടെട്രാഹെഡ്രലിനേക്കാളും. അപ്പൊ ഇവിടെ നോക്കി, ഒരു ടെട്രാഹെഡ്രൽ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് അല്ലെ. ഇവിടെ ഏറ്റവും കുറവായിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ വേവ് ലെങ്ത് ആണ് എന്താ? ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോ നോക്കിയേ, സിക്കാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. 2 ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം കട്ട് ചെയ്യാം. പിന്നെ ഏതായിരുന്നു ഫാക്ടർ ഉള്ളത്? ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ആണ് അല്ലെ. നമ്പർ ഓഫ് ഡി ഇലക്ട്രോണിന്റെ എണ്ണം കുറയുന്ന സമയത്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുകയാണ്. ഓക്കെ, അപ്പൊ നോക്കി, ഇവിടെ ബാക്കിയെല്ലാം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ് അല്ലെ. ലിഗാൻഡ് നേച്ചർ നോക്കിയാൽ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ അവസാനം വരുന്ന CO, CN ഇവരൊക്കെയാണ് എന്താ? സ്ട്രോങ് ലിഗാൻഡുകൾ. സ്ട്രോങ് ലിഗാൻഡ് പ്രസൻസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുന്നു. അപ്പൊ നോക്കി, CN സ്ട്രോങ് ലിഗാൻഡ് ആണ് അല്ലേ. NH3H2O അത്ര കണ്ട് സ്ട്രോങ് അല്ല. അപ്പൊ ഏതാ ആൻസർ വരിക? ഏതാണ് എനർജി ഗ്യാപ്പ് കൂടിയത്? ബിയുടെ കേസിലല്ലേ. അവിടെയാണ് എന്ത്? വേവ് ലെങ്ത് കുറവുണ്ടാവുക അല്ലെ. അപ്പൊ ബിക്ക് വേവ് ലെങ്ത് കുറവ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അല്ലെ. ഇനി ഡിയും എയും ചെക്ക് ചെയ്താൽ നോക്കിയേ, ഡി H2 ആണ് ലിഗാൻഡ്, എ ആണെങ്കിലോ NH3 ആണ്. H2നേക്കാളും സ്ട്രോങ് ആണ് ആരാ? NH3 എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ എന്തായിരിക്കും? സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും, അപ്പൊ വേവ് ലെങ്ത് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ 3 ആണ്. വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത്, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത് ബി എന്ന കോംപ്ലക്സിലാണ് അല്ലെ. പിന്നെ ആരാണ്? എ. പിന്നെ ഡി. ഏറ്റവും കുറവ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക എവിടെയാണ്? സിയിലാണ്. ബിക്കോസ് സി എന്താണ്? ടെട്രാഹെഡ്രൽ ആണ്, ബാക്കിയെല്ലാം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ 3 ആണ്. നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 6ാമത്തെ ചോദ്യം എന്താ? 13ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറ്റോമിക ആരം കൂടി വരുന്ന ക്രമത്തിൽ വിന്യസിച്ചാൽ 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നൈഹോണിയം. ഇതെല്ലായിരുന്നു 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. പഠിച്ചതല്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ബോറോണ്, ഏറ്റവും കൂടുതൽ നൈഹോണിയത്തിന്. ഈ നൈഹോണിയം ബോറോണൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആരൊക്കെയാണുള്ളത്? അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അല്ലെ. അപ്പൊ ഓർഡർ എങ്ങനെയായിരിക്കും? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓർഡർ അലൂമിനിയം ലെസ് ദാൻ, ഗാലിയം ലെസ് ദാൻ, ഇൻഡിയം ലെസ് ദാൻ, താലിയം. ഓപ്ഷൻ ഉണ്ടോ? യെസ്, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓപ്ഷൻ എ. പക്ഷേ നോക്കൂ,
ഈ ഗാലിയം എന്ന് പറയുന്ന എലമെന്റ് 31ാമത്തെ എലമെന്റ് ആയിരുന്നു. മെൻലീഫ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാലിയത്തെ കുറിച്ച്. ഏക അലൂമിനിയം എന്നൊക്കെയാണ് മെൻലീഫ് അന്ന് ഇതിന് പേരിട്ടത്. whenever I hold it in my hand it will melt എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഈ ഗാലിയത്തിന് തൊട്ട് മുൻപ് ആരാ വരിക? സിങ്ക് ആണ്, സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് അല്ലെ, 30ാമത്തെ എലമെന്റ്. അപ്പൊ നോക്കി, സിങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ആർഗൺ 3d10 4s2 കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ് അല്ലെ. ഗാലിയത്തിലേക്ക് വരുമ്പോൾ 31 അല്ലേ, ഗാലിയം 31 ആണ് അല്ലെ. കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ആർഗൺ 3d10 4s2 പിന്നെയോ 4p1 എന്നൊരു കോൺഫിഗറേഷൻ അല്ലേ ഉണ്ടാവുക. p1 നോക്കിയേ, ഡി ഓർബിറ്റലിന്റെ ഷീൽഡിംഗ് എഫക്ട് എങ്ങനെയാണ്? ഡി ആൻഡ് എഫ് ഓർബിറ്റൽ പുവർ ഷീൽഡിംഗ് എഫക്ട് എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ. എസിനാണ് ഏറ്റവും കൂടുതൽ ഷീൽഡിംഗ് എഫക്ട് ഉണ്ടാവുക. എസ്, പി, ഡി, എഫ്. ഡിക്കും എഫിനും എങ്ങനെയാ? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, സ്ലേറ്റേഴ്സ് റൂളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ട് നോക്കിയേ, ന്യൂക്ലിയസിൽ നിന്നും ആറ്റത്തിന്റെ സെൻട്രലിൽ നിന്നും വാലൻസ് ഇലക്ട്രോണിലേക്ക്, വാലൻസ് ഷെല്ലിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ. അതിന്റെ ഭാഗമായിട്ട് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഒന്ന് ചുരുങ്ങി പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗാലിയത്തിന്റെ സൈസ് അലൂമിനിയത്തിനേക്കാളും ചെറുതായിരിക്കും. അപ്പൊ ഗാലിയം, അലൂമിനിയം, ഇൻഡിയം, താലിയം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. ഗാലിയം, അലൂമിനിയം, ഇൻഡിയം, താലിയം 13ാമത്തെ ഗ്രൂപ്പിലെ ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് നോക്കൂ, 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഫുള്ളറിനകത്തെ കാർബൺ ആറ്റത്തിന്റെ സങ്കരണം, ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബണിന്റെ ആലോട്രോപ്പ് ആണ് അല്ലേ. ഏതൊക്കെയാ കാർബണിന്റെ ആലോട്രോപ്സ് ഉള്ളത്? ഡയമണ്ട് അല്ലേ. ഡയമണ്ടിനകത്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഈച്ച് കാർബൺ ബോണ്ടഡ് വിത്ത് 4 അതർ കാർബൺ ആറ്റംസ്. ഇനി അടുത്തത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എങ്ങനെയാണ്? ഈച്ച് കാർബൺ ആറ്റം ഈസ് ബോണ്ടഡ് വിത്ത് 3 അതർ കാർബൺ ആറ്റം. അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഗ്രാഫൈറ്റിന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം അല്ലേ. അപ്പൊ ഇവിടെ ഗ്രാഫൈറ്റ് sp2 ഹൈബ്രിഡൈസേഷനിലാണ്. ഇനി ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ, ഫുള്ളറിൻ അവിടെയും എന്താണ്? കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഒരു ഡയറക്റ്റ് ചോദ്യം, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ നോക്കിയേ, 0.7 ഗ്രാം എ എന്ന ലീനം 42 ഗ്രാം വെള്ളത്തിൽ ലയിച്ചപ്പോൾ വെള്ളത്തിന്റെ ഗരാങ്കം എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ആണ്, 0.2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു എങ്കിൽ എയുടെ വെള്ളത്തിലുള്ള സംയോജന ശതമാനം എത്ര? സംയോജന ശതമാനം എന്താണ് ഈ സംയോജന ശതമാനം എന്ന് ചോദിച്ചാൽ പെർസെൻറ്റേജ് ഓഫ് അസോസിയേഷൻ ആണ് അല്ലെ. പെർസെൻറ്റേജ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്താൽ മതി? ആൽഫ ഇൻറ്റു 100 ചെയ്താൽ മതി. അതിന് ആൽഫ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടോ? ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? അസോസിയേഷന്റെ കേസിൽ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? i-1 ഡിവൈഡ് ബൈ 1/n-1 ആണ് ആൽഫ അല്ലെ. ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടുന്നു. ഐ തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ആൽഫ കണ്ടുപിടിക്കാം? ആദ്യം ഐ കണ്ടുപിടിക്കാം. എന്തൊക്കെയാ ഇവിടെ തന്നത് നോക്കിയേ. 0.7 ഗ്രാം എ എന്ന ലീനം, ദാറ്റ് ഈസ് W2 തന്നിട്ടുണ്ട്, 0.7 ഗ്രാം ആണ്. 42 ഗ്രാം വെള്ളം ഇവിടെ എന്താണ്? ലായകമാണ്, W1, ദാറ്റ് ഈസ് ഈക്വൽ ടു 42 ഗ്രാം അല്ലെ. നോക്കി പിന്നെന്താ പറഞ്ഞത്? ഗരാങ്കം 0.2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അപ്പൊ ഡെൽറ്റ ടി എഫ് എത്രയായിരിക്കും?
നമുക്കറിയാം വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ അത് 0.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു 0.2 ആണ് അല്ലേ. ഇനി എയുടെ മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ. എയുടെ മോളാർ മാസ് തന്നിട്ടുണ്ട്. എത്രയാ? എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലീനമല്ലേ. അപ്പൊ ലീനം 2 കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറ് അല്ലേ. M2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 93 ആണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. എം മൊളാലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ W1 ആണ് അല്ലേ. ഈ ഇക്വേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുൻപിലായിട്ട് ഒരു ഐ ചേർക്കുന്നു. ഐ വാൻഡോ ഫാക്ടർ ആണ്. ഐ കണ്ടുപിടിക്കാൻ നോക്കിയേ. ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഇൻറ്റു M2 ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ എന്താണ്? കെ എഫ് ഇൻറ്റു W2 ഇൻറ്റു 1000. ഓക്കെ. അപ്പൊ നോക്കി, ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് എത്രയാ? 0.2 ആണ്. M2 93 ആണ്. W1 42 ആണ്. ഡിവൈഡഡ് ബൈ കെ എഫ് എത്രയാണ്? വാട്ടറിന്റെ കെ എഫ് വാല്യൂ നോട്ട് ചെയ്ത് വെച്ചോളൂ. തന്നിട്ടില്ല എങ്കിൽ യൂസ് ചെയ്യാം. 1.86. W2 എത്രയാ? 0.7 ആണ് അല്ലെ. ഇൻറ്റു 0.7 ഇൻറ്റു 1000 ആയിരിക്കും അല്ലെ. ഇൻറ്റു 1000. ഓക്കെ. ഇതൊന്ന് ചെയ്താൽ നോക്കി, ഡെസിമൽ പോയിന്റ് നമുക്ക് അവസാനം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. 186ഉം 93ഉം 2 തവണ 186. രണ്ടും മുകളിലത്തെ രണ്ടും കട്ട് ചെയ്തു. ഇവിടെ 7, ഇവിടെ എന്താണ്? 6. ഡെസിമൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ മുകളിൽ 1, താഴെയോ 3 എണ്ണം. ഒരെണ്ണം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം താഴെ ഉണ്ടാവും അല്ലേ. 2 എണ്ണം എന്ന് പറയുമ്പോൾ 10⁻⁻² ആണ്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ കിട്ടുക? 6 ഇൻറ്റു 10 സ്ക്വയർ ഡിവൈഡ് ബൈ 1000. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലേ. 10⁻³ 10 സ്ക്വയറും കട്ട് ചെയ്താൽ ബാക്കി എന്താണ്? 0.6. ഓക്കെ. പൈയുടെ വാല്യൂ കിട്ടി. 0.6 ആണ്. ഇനി ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കി, 0.6 മൈനസ് 1 ഡിവൈഡ് ബൈ n. ഏറ്റവും ചുരുങ്ങിയത് അസോസിയേഷൻ നടക്കണമെങ്കിൽ 2 മോളിക്യൂൾ എങ്കിലും വേണ്ടേ. അപ്പൊ n നമുക്ക് 2 എന്ന് കൊടുക്കാം അല്ലെ. 1/2 മൈനസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 1/2 അല്ലേ. എന്ന് പറഞ്ഞാൽ -0.5 ആണ് അല്ലേ. അപ്പൊ നോക്കി, ഇൻറ്റു 100 ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും കൂടെ കട്ട് ചെയ്ത് പോകും അല്ലേ. മുകളില് 0.6 മൈനസ് 1 ദാറ്റ് ഈസ് -0.4 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു -0.4 ഡിവൈഡഡ് ബൈ -0.5 ഇൻറ്റു 100. 4/5 മൈനസും മൈനസും കട്ട് ചെയ്തു. മുകളിലും ഒരു ഡെസിമൽ പോയിന്റ്, താഴെയും ഒരു ഡെസിമൽ പോയിന്റ് കട്ട് ചെയ്തു. 4/5 ഇൻറ്റു എന്താണ്? 100 ആണ് അല്ലേ. 4/5 ഇൻറ്റു 100. 100ൽ 5 20 തവണ, ഇവിടെ ഒരു തവണ. 4 × 20 80. 80%. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കി, 9ാമത്തെ ചോദ്യം. Cl മൈനസ് C2O4 മൈനസ് COH2O S2 മൈനസ് ലിഗാൻഡുകളുടെ ക്ഷേത്രബലത്തിന്റെ ശക്തിയുടെ ആരോഹണ ക്രമം. ക്ഷേത്രബലത്തിന്റെ ശക്തിയുടെ ആരോഹണ ക്രമം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് സ്ട്രെങ്ത്തിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ചില്ലായിരുന്നോ? അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് ലിഗാൻഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ അല്ലേ. അപ്പൊ നോക്കിയേ, സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ആദ്യം ആരാ വരിക? I- അയഡിഡോ. അവസാനം ആരാ വരുന്നത്? CO കാർബണിൽ. നമ്മളൊരു കോഡൊക്കെ പഠിച്ചില്ലായിരുന്നു. I bought
some colorful streets from office containing water. Nina ate 9 in canteen corridor. അല്ലേ? അയമൈൻ അയഡിഡോ ലെസ് ദാൻ, ബ്രോമിഡോ ലെസ് ദാൻ, പിന്നെയോ തയോസൈനേറ്റോ ലെസ് ദാൻ, ക്ലോറിഡോ, സൾഫിഡോ, ഫ്ലൂറിഡോ, ഹൈഡ്രോക്സിഡോ, ഓക്സലേറ്റോ, അക്വ, ഐസോ തയോസൈനേറ്റോ, EDTA, അമീൻ, എത്തിലീൻ ഡൈഅമീൻ, സയനിഡോ, കാർബോണിൽ. അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റിയ ആർക്കാണ്? CO, കാർബണിൽ ഗ്രൂപ്പിനാണ്. അല്ലേ? കാർബൺ മോണോക്സൈഡ്. അപ്പൊ നോക്കിയേ, ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് പ്രകാരം ഏതായിരിക്കും ശരിയായിട്ടുള്ള ഓർഡർ? സിയോന് ഏറ്റവും കൂടുതൽ. അല്ലേ? അപ്പൊ നോക്കിയേ, ഓപ്ഷൻ ഡിയും കട്ട് ചെയ്തു, ഓപ്ഷൻ എയും കട്ട് ചെയ്തു. 2 ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യിപ്പിക്കാം. റിമൈനിങ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നോക്കിയേ, Cl മൈനസ് S2 മൈനസ് C2O42 മൈനസ് H2CO. അടുത്തത് Cl മൈനസ് S2 മൈനസ് H2O. H2Oയും C2O42 മൈനസുമാണ് നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി എന്ന് തീരുമാനിക്കുന്നത്. അല്ലേ? നോക്കി, C2O42 മൈനസ് H2O. C2O42 മൈനസിനേക്കാളും സ്ട്രെങ്ത് കൂടിയത് H2O ഒക്കെയാണ്. അല്ലേ? അപ്പൊ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. C2O42 മൈനസിനേക്കാളും കൂടുതൽ H2O ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഓർഗാനിക്കിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെ? ഒരു ആൽക്കൈൽ ഹാലൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മഗ്നീഷ്യവുമായിട്ട്. ഇവിടെ ഒരാളും കൂടെ ഉണ്ടാവേ, ഡ്രൈ ഈത്തർ. അല്ലെ? അപ്പൊ എന്താ കിട്ടുക? എ എന്ന കോമ്പൗണ്ട് കിട്ടുന്നു. എ എന്ന കോമ്പൗണ്ടിനെ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ ബി എന്ന കോമ്പൗണ്ട് കിട്ടും. ബി എന്ന ഉൽപ്പന്നം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മഗ്നീഷ്യം. വുഡ്സ് റിയാക്ഷൻ ആയിരുന്നു. വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഒരുപാട് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബണുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നെയിം റിയാക്ഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നോക്കൂ, ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് മഗ്നീഷ്യവുമായിട്ട് ഡ്രൈ ഈത്തറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ വുഡ്സ് റിയാക്ഷൻ അല്ല, നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ദാറ്റ് ഈസ് RMgX. ഗ്രിഗ്നാർഡ് റിയാജന്റ് ആണ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ പാർട്ടാണ്. ആൽക്കൈൽ പാർട്ടിന് പകരം ഏതായിരിക്കും ഇവിടെ വരുന്നത്? ആരാണ്? സൈക്ലോ ഹെക്സൈൻ റിംഗ് ആണ്. അല്ലെ? MgX. അപ്പൊ ബി എന്ന പ്രൊഡക്റ്റ് ആയി. ബി എന്താ ചെയ്യുന്നത്? ആസിഡ് ഹൈഡ്രോളിസിസ്. അല്ലേ? അപ്പൊ നോക്കിയേ, ഈ ഗ്രിഗ്നാർഡ് റിയാജന്റ് ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അല്ലെ? ഇവിടെ മഗ്നീഷ്യം കാർബൺ ബോണ്ട് ഉണ്ട്. ഈ മഗ്നീഷ്യം കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജും കാർബണിന് നെഗറ്റീവ് ചാർജും കിട്ടും. ആ നെഗറ്റീവ് ചാർജുള്ള കാർബണിന്റെ മുകളിലേക്ക് ആര് വരും? ഇവിടെ നിന്ന് H+ അയോൺ വരും. അപ്പൊ എന്തായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ്? 6 കാർബൺ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി, സൈക്ലോ ഹെക്സൈൻ. ഓക്കെ.